ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതിയുടെ കട പോയതിൻ്റെ സങ്കടം കൂട്ടുകാരോടൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ കണ്ണുനീര് കാണാൻ എനിക്ക് വയ്യ, അവൾ എപ്പോഴും ചിരിച്ച് കാണണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറയും, അവളെ കൊണ്ടുപോയി ഒരു കോമഡി പടം കാണിച്ചാൽ മതി. എനിക്ക് വെറുതെ ദേഷ്യം വരുന്നുണ്ട്, സങ്കടം കെട്ടിയിരിക്കുമ്പോഴാണ് നിൻ്റെ ഒരു കോമഡി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരന് ഒരു ഫോൺ വരികയാണ്. അവൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. ഓൺലൈനായിട്ട് എന്തോ പർച്ചേസ് ചെയ്ത കാര്യം പറയുകയാണ്. നിനക്ക് എപ്പോഴും അങ്ങ് ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളല്ലോ, കാശ് പോകുന്ന വഴിയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വെക്കുന്നുണ്ട് കൂട്ടുകാരൻ ഫോണ്. അന്നേരത്തേന് ഉടനെ സച്ചിക്ക് അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഐഡിയ തോന്നുകയാണ്. എന്നിട്ട് പറയും, എടാ എനിക്ക് ഐഡിയ കിട്ടി, നിങ്ങളുടെ ഈ ഫോൺ സംഭാഷണത്തിന് എന്നെ കിട്ടിയെന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. നിൻ്റെ ഭാര്യ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ടല്ലേ മേടിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് പൂവും ഓൺലൈനായിട്ട് വിറ്റാലോ എന്ന് ചോദിക്കും. അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ പറയുന്നുണ്ട്. ആരെവിടെ ആവശ്യപ്പെട്ടാലും അന്നേരം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാവരും ഇപ്പം വീട്ടിലിരുന്ന് തന്നെ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വരുത്തുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് നല്ലതാണെന്നൊക്കെ പറയും. എടാ അങ്ങനെ ചെയ്യണമെങ്കിൽ നിനക്കിപ്പോൾ ഒരു വണ്ടി വേണ്ടതെന്ന് ചോദിക്കും. അത് ഒരു വണ്ടി മേടിക്കണം, എൻ്റെ കുറച്ച് കാശുണ്ടെന്ന് പറയും. അപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, ഞങ്ങളും കുറച്ച് കാശൊക്കെ നിനക്ക് തരാനുണ്ടല്ലോ, അതുകൊണ്ട് ഉള്ളതാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും 5000 4000 ഒക്കെ കൊടുക്കും. അപ്പോൾ സച്ചി പറയും, എല്ലാവരും കൂട്ടി 20,000 രൂപയുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കി ലോൺ ആക്കാമെന്ന് പറഞ്ഞ് സച്ചി ഒരു ഷോറൂമിലേക്ക് പോവുകയാണ്. ഷോറൂമിൽ ചെന്ന് കടയിലുള്ള ആളോട് പറയുന്നുണ്ട്, എൻ്റെ വൈഫിന് വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന സൈസ് ഒരു സ്കൂട്ടർ വേണമെന്ന്. അപ്പോൾ ആ സ്റ്റാഫ് കൊണ്ടുപോയി 2-3 സൈസിലുള്ള സ്കൂട്ടർ കാണിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, എനിക്ക് അത് അറിയത്തില്ലെന്ന് പറയും. ഉടനെ ആ സ്റ്റാഫ് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ചിരിക്കുകയൊന്നും വേണ്ട, എനിക്ക് അവളുടെ ഇഷ്ടങ്ങളൊന്നും അത്രയ്ക്ക് അറിയത്തില്ല, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം അറിയാം, അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഇരുന്ന് രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി അടുക്കളയിൽ ഇങ്ങനെ പാചകത്തിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അന്നേരം ഫോൺ എടുത്തിട്ട് ചോദിക്കും, സച്ചിയേട്ടൻ എന്താ ഊണിന് വരത്തില്ല എന്നൊക്കെ. അതൊക്കെ ഞാൻ വന്നോളാം, നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്? എനിക്കിപ്പം കടയൊക്കെ പോയി സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു സാരി മേടിക്കാൻ തുടങ്ങുക അല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറയും, അതൊന്നുമല്ല, നീ ഏറ്റവും ഇഷ്ടമുള്ള കളർ പറയാൻ പറയും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല, ഇനി സാരി മേടിക്കേണ്ട, വെറുതെ പൈസ കളയണ്ട, എനിക്കിപ്പം തന്നെ ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും സാരമില്ല, നീ കളർ പറയാമെന്ന് പറഞ്ഞ് സച്ചി രേവതി നിർബന്ധിക്കുന്നുണ്ടോ. രേവതി പറയും, എനിക്ക് ചെമ്പനീർ പൂവിൻ്റെ കളറുള്ള ചുമപ്പ് കളറുള്ള അതാണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ പറയും. അത് ഉറപ്പല്ലേന്ന് ചോദിക്കും. അതേന്ന് പറയും. അന്നേരത്തേന് സച്ചി നോക്കുമ്പോൾ അവിടെ ചുമന്ന കളറിലുള്ള ഒരു ആക്റ്റീവ ഇരിപ്പുണ്ട്. ഉടനെ പറയും, ശരി എന്നാൽ വെക്കുക എന്ന് പറഞ്ഞ് ഉടനെ സച്ചി ഫോൺ അങ്ങ് വെക്കും. എന്നിട്ട് സച്ചി ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ഈ കളറ് മതി, എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ട കളർ ഇതാണ്, എൻ്റെ ഇപ്പോൾ 20,000 രൂപയുണ്ട്, ബാക്കി ലോൺ ആക്കാമെന്നു. എന്ന പേപ്പറൊക്കെ ഒപ്പിട്ട് ഇപ്പം തന്നെ വണ്ടി കൊണ്ടുപോകാൻ അയാൾ പറയുന്നുണ്ട്. വണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് സച്ചി ഗേറ്റിന് വെളിയിൽ അത് വെച്ചിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഫോണിലേക്ക്. ആദ്യം അച്ഛനെ വിളിക്കും. അച്ഛൻ വന്ന് ഗേറ്റിന് പുറത്തോട്ട് വരാമോ എന്ന് ചോദിക്കും. എന്താടാ കാര്യം, നീ ഇങ്ങോട്ട് കയറി വരാൻ പറയും. അതൊന്നും പറ്റത്തില്ല അച്ഛൻ ഇപ്പോൾ പുറത്തോട്ട് വരണമെന്ന് പറയും. എന്നിട്ട് സുധിയേയും വിളിച്ച് പറയാം, എടാ നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. അത് ഞാനുണ്ടെന്ന് പറയാം. നീ എവിടെ പോകാനാവുകൊണ്ട് നീ ഒന്ന് നിൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരാൻ പറയും. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, സച്ചിയെ വിളിച്ച് അവൻ പറഞ്ഞ് പുറത്തോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറയും. എന്തിനാ കാര്യം എന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല എന്ന് പറയും. പിന്നീട് ഇതുപോലെ തന്നെ ശ്രീകാന്തിനെയും വിളിക്കുന്നുണ്ട്. നീ വർഷയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വാ, ഞാൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ഉടനെ പറയും, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെ പറയും, അതൊന്നും ഞാനിപ്പം പറയത്തില്ല, വാ, നീ അവളെയും വിളിച്ചുകൊണ്ട് വാ, പോയില്ലല്ലോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ പറയും, ഞങ്ങൾ പോകാൻ ഇറങ്ങുമായിരുന്നു എന്ന് പറയും. എന്നാൽ ശരി വരാമെന്ന് പറഞ്ഞ് ഇവരും ഇറങ്ങി വരികയാണ്. എന്നിട്ട് രേവതിയെ വിളിക്കും. എന്നിട്ട് രേവതിയോട് പറയും, രേവതി നീ പെട്ടെന്ന് ഗേറ്റിങ്ങിലേക്ക് വരാൻ പറയും. രേവതി ചോദിക്കും, എന്താണെന്ന്. അതൊക്കെ ഞാൻ വരുമ്പോൾ പറഞ്ഞോളാം, എല്ലാവരും എന്തിനും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നീ വരാൻ പറയും. അന്നേരം രവീന്ദ്രൻ ഇറങ്ങി വരുമ്പോൾ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. ചന്ദ്ര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്ന് ചോദിക്കും, എന്താ വെച്ചാൽ അതുപോലെ സച്ചി ഞങ്ങളെയും വിളിച്ചായിരുന്നു പറയും. എന്താ കാര്യം എന്നറിയത്തില്ല, വാ നോക്കാമെന്ന് പറയും. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് സച്ചി ഇങ്ങനെ ഗേറ്റിൽ കൈയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി പറയും, ഇത് കാണാനാണ് ഇവൻ നമ്മളെല്ലാം വിളിച്ചിറക്കിയെന്ന് ചോദിക്കും. അത് എല്ലാവരും വന്നോ, എന്നാൽ വാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയും, എൻ്റെ രേവതിയുടെ കട എല്ലാവരും കളഞ്ഞ് അതിൻ്റെ പേരിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്, അവളെ അങ്ങനെ സങ്കടപ്പെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഉടനെ വർഷ ചോദിക്കും, നിങ്ങളുടെ പുതിയ കടയുടെ വല്ല ഉദ്ഘാടനമാണോ, ഷോറൂം വല്ലതും തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി കളിയാക്കി പറയുന്നുണ്ട്, പിന്നെ ഷോറൂം ഇവനിത് എവിടുന്ന് അവകാശം ചോദിക്കും. കളിയാക്കുകയാണെന്ന് മനസ്സിലായി, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ലെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് തുറന്ന് കാണിക്കുകയാണ് ഈ ആക്റ്റീവ. അന്നേരത്തേന് എല്ലാവർക്കും അത്ഭുതമാണ്. പക്ഷേ ചന്ദ്രമതിക്കും ശ്രുതിക്കും മാത്രമാണ് ദേഷ്യം, ബാക്കി എല്ലാവർക്കും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇതിനിട്ട് നോക്കി നിൽക്കുന്നത്. ഉടനെ തന്നെ സച്ചി എല്ലാവരെയും വിളിച്ചിട്ട് പറയും, ഇന്ന് ഞാനിപ്പം മേടിച്ചതാണ്, ഇതുകൊണ്ടോ
SR എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ. അപ്പോൾ പിന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താടാ SR എന്ന് പറഞ്ഞാൽ സച്ചിയും രേവതിയും അത് തന്നെയാണ് എൻ്റെ അങ്ങടെ കാറിൻ്റെ പുറകിലും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എടാ നീ ഇത് പുതിയതായിട്ട് മേടിച്ചാണോ എന്ന് ചോദിക്കും. അതേ വെച്ചാൽ ഞാൻ പുതിയതായിട്ട് എൻ്റെ സ്വന്തം കാശ് കൊണ്ട് മേടിച്ചാന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് രേവതിക്ക് അങ്ങ് സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അന്നേരത്തേന് പറയും ഞങ്ങളെ അങ്ങനെ തകർക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ശകുനിയുടെ പണി ചെയ്ത് ഞങ്ങളുടെ കട അടപ്പിക്കാൻ നോക്കിയെങ്കിലും ഇനി അങ്ങനെ താന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇനി മുതൽ ഈ വണ്ടിയായിരിക്കും രേവതിയുടെ പൂക്കടയെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് കേൾക്കുമ്പോഴത്തേന്. അണ്ണ പറയും ഇനി മുതൽ ഈ മൊബൈൽ പൂക്കടയായിട്ട് രേവതിക്ക് ഈ വണ്ടി കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് രവീന്ദ്രന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. രേവതി ഉടനെ ചോദിക്കുന്നുണ്ട് എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ കാശില്ലാത്തപ്പോൾ അങ്ങനെ ചെയ്തെന്ന്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയും. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. നീ എനിക്ക് കാറൊക്കെ മേടിച്ചു തന്നില്ല, അതുപോലെ തന്നെയുള്ളൂ നിൻ്റെ ജീവിതമാർഗ്ഗം ഞാൻ കണ്ടെത്തി തന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രനും പറയും എന്തായാലും നന്നായി മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എടാ ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് ചന്ദ്രമതിയുടെ പൂക്കട എന്ന് പേരിടുന്നുണ്ടോന്ന്. ഇനി ആ പരിപാടിക്കില്ലെന്ന് പറയും. നിൻ്റെ ഭാര്യയുടെ ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരിട്ടില്ലേ, ആ ബ്യൂട്ടി പാർലറിൻ്റെ കാര്യം എങ്ങനെയായി? ഇപ്പോൾ അതിൻ്റെ പേരും മാറ്റി ഫ്രാഞ്ചൈസിക്ക് കൊടുക്കേണ്ട ഗതികേടൊക്കെ വന്നില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇനി ആ പരിപാടിക്കില്ല. ഞങ്ങളുടെ പൂക്കടയ്ക്ക് ഇനി രേവതിയല്ലേ കഷ്ടപ്പെടുന്നത്. അപ്പോൾ രേവതിയുടെ പൂക്കട എന്ന് മാത്രം മതിയെന്ന് പറയും. സച്ചി എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ രേവതി കൊണ്ടിരുന്ന പൂമാല അമ്പലങ്ങളിലും വിഗ്രഹങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും എല്ലാ പവിത്രതയോടും കൂടി ഉപയോഗിക്കുന്നതാണ് പൂക്കൾ. അതുപോലെ അല്ലല്ലോ മേക്കപ്പും ഡബിങ്ങും ഒക്കെ. അതുകൊണ്ട് അനുഗ്രഹപ്പെട്ട ഒരു ജോലി തന്നെയാണ് രേവതി ചെയ്യുന്നത്. അതുകൊണ്ട് രേവതിയുടെ ജോലിക്ക് തടസ്സം ഉണ്ടാകാനായിട്ട് ദൈവങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്രുതിയും ചന്ദ്രമതി അങ്ങ് അടികൊണ്ട പോലെ അങ്ങ് നിൽക്കുകയാണ്. ഇവിടുത്തെ രണ്ട് മരുമക്കളും ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ സ്വന്തം കാലിൽ നിന്നവളാണ് രേവതി. അപ്പോൾ രേവതിക്ക് അങ്ങനെ അടുക്കളക്കാരിയായിട്ട് ഒതുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് എന്തായാലും നന്നായി ചേച്ചി, ഇത് നമുക്ക് ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് രേവതിക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇനി ധൈര്യമായിട്ട് പൂക്കട നടത്താമല്ലോ. വേണമെങ്കിൽ ഈ വണ്ടി വീടിൻ്റെ വെളിയിലിട്ട് പൂക്കട നടത്താം, അല്ലെങ്കിൽ ഓഫീസുകളുടെ മുമ്പിൽ പോയിരുന്ന് പൂക്കട നടത്താം, അതുപോലെ തന്നെ അമ്പലങ്ങളുടെ മുമ്പിൽ പോയോ എവിടെ വേണേലും പോയി നിന്ന് ചേച്ചിക്ക് ഇനി പൂക്കട നടത്താൻ പറ്റും. അതുകൊണ്ട് ഇത് നന്നായി ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ശ്രീകാന്തും വർഷയും. സച്ചി രവീന്ദ്രനെ വിളിച്ചിട്ട് അച്ഛാ രേവതിക്ക് താക്കോല് കൊടുക്കാൻ പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. അന്നേരം ചന്ദ്ര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ചന്ദ്രമതിയും കൂടെ കൂട്ടി നിർത്തിയാണ് രവീന്ദ്രൻ രേവതിക്ക് വണ്ടിയുടെ ചാവി അങ്ങോട്ട് കൊടുക്കുന്നത്. രേവതി അത് മേടിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് സച്ചിക്കിട്ട് നോക്കി സന്തോഷത്തോടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. സച്ചിക്കും ഭയങ്കര സന്തോഷമാണ് രേവതിക്ക് ഇങ്ങനെ ഒരു നല്ല കാലം വന്നതിന് വേണ്ടി. എന്നാൽ ഇവർ രണ്ടുപേരും സന്തോഷിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.